നമസ്കാരം. എല്ലാ വർഷവും ഫെബ്രുവരി 1-നാണ് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സാധനങ്ങളുടെ വില, ശമ്പളം, നികുതി, പെൻഷൻ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്നതിനാൽ ബഡ്ജറ്റിനെ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. നികുതി, ഫണ്ട് വിഹിതം, വാർഷിക അവലോകനം തുടങ്ങി നിരവധി വിഷയങ്ങൾ പാർലമെന്റിൽ ശ്രദ്ധാ കേന്ദ്രമാകുന്നുണ്ട്. കേന്ദ്ര ബഡ്ജറ്റ് ഒരു സർക്കാർ സാമ്പത്തിക പദ്ധതി മാത്രമല്ല, നമ്മൾ എത്രമാത്രം സമ്പാദിക്കുന്നു, ലാഭിക്കുന്നു, ചെലവഴിക്കുന്നു എന്നതിനെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു തീരുമാനമാണിത്. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ശമ്പളക്കാരായ വ്യക്തികളും ചെറുകിട ബിസിനസ്സുകളും കുടുംബങ്ങളും ബഡ്ജറ്റ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ചെറിയ നയമാറ്റങ്ങൾ പോലും അവരുടെ ദൈനംദിന ചെലവുകളെയും ദീർഘകാല സാമ്പത്തിക ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പ്രതീക്ഷിക്കുന്നത് ആദായ നികുതിയാണ്. നികുതി സ്ലാബുകളിലെ മാറ്റങ്ങൾ, കിഴിവുകൾ അല്ലെങ്കിൽ ഇളവുകൾ ദശലക്ഷക്കണക്കിന് തൊഴിൽ ചെയ്യുന്ന വ്യക്തികളുടെ ടേക്ക് ഹോം ശമ്പളത്തെ നേരിട്ട് ബാധിക്കുന്നു. വാർഷിക വരുമാനത്തെ വ്യത്യസ്ത സ്ലാബുകളായി തിരിച്ചിരിക്കുന്നതും ഒരു പ്രധാന ഘടകമാണ്. കൂടാതെ നികുതി അത് ബ്രാക്കറ്റിൽ ഇളവ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നതിനായി നയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ നികുതികൾ ലഘൂകരിക്കുകയോ സ്റ്റാൻഡേർഡ് കിഴിവുകൾ വർദ്ധിപ്പിക്കുകയോ ചെയ്താൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് ഉയർന്ന അറ്റദായം കാണാൻ കഴിയും. നേരെ മറിച്ച് ഒരു പുതിയ സെസ് അല്ലെങ്കിൽ സർചാർജ് ഉപയോഗശൂന്യമായ വരുമാനം കുറയ്ക്കാൻ സഹായിക്കും. വ്യവസായങ്ങൾ, അതോടൊപ്പം തന്നെ MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്കുള്ള പ്രോത്സാഹനങ്ങൾ വഴി തൊഴിൽ വിപണികളെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഇത് നിയമങ്ങളെയും അതോടൊപ്പം തന്നെ ശമ്പള വളർച്ചയെയും നയിക്കുന്നു. ഇത് പല വിഷയത്തെയും അടുത്ത ഭാഗത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ PPF, NPS, അതോടൊപ്പം തന്നെ SAY, സ്ഥിര നിക്ഷേപങ്ങൾ തുടങ്ങി ജനപ്രിയ സമ്പാദ്യ പദ്ധതികളെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങൾ കേന്ദ്ര ബഡ്ജറ്റ് പലപ്പോഴും പുനഃക്രമീകരിക്കുന്നുണ്ട്. പുതുക്കിയ പലിശ നിരക്കുകൾ, സെക്ഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവുകൾ അല്ലെങ്കിൽ NPSയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ എന്നിവ വ്യക്തികളെ കൂടുതൽ ലാഭിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വ്യക്തികൾക്ക് പുറമെ മൂലധന വിപണികളും ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളോട് രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട്. ഇത് ചില്ലറ നിക്ഷേപകരെ സ്വാധീനിക്കുന്നുവെന്ന് മാത്രമല്ല, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ പെൻഷൻ ഉത്പന്നങ്ങൾക്കുള്ള പ്രോത്സാഹനങ്ങൾ അത് മധ്യവർഗത്തിന് ദീർഘകാല സാമ്പത്തിക ആസൂത്രണം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യക്കാരുടെ ദൈനംദിന ചെലവുകളെയും അതോടൊപ്പം തന്നെ ജീവിത ചെലവിനെയും സ്വാധീനിക്കുന്ന സാധ്യതകൾ കേന്ദ്ര ബഡ്ജറ്റിനുണ്ട്. കസ്റ്റംസ് തീരുവയിലും സബ്സിഡികളിലും വരുന്ന മാറ്റങ്ങളിലൂടെ ബഡ്ജറ്റ് തീരുമാനങ്ങൾ ദൈനംദിന ചെലവുകളെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. വില കുറഞ്ഞ ഇറക്കുമതിയായ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ വസ്തുക്കളുടെ വില കുറയും. അതേസമയം ഉയർന്ന ഇറക്കുമതി തീരുവയോ സബ്സിഡികൾ കുറച്ചതോ ഇന്ധനങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്ഷ്യ വസ്തുക്കൾ അല്ലെങ്കിൽ ആവശ്യ വസ്തുക്കൾ എന്നിവയുടെ വില വർദ്ധിക്കാനുള്ള സാധ്യത ഈ ബഡ്ജറ്റിൽ കാണുന്നത്. വർദ്ധിച്ച MSP അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ ചെലവ് പോലുള്ള പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട നടപടികളും ഗാർഹിക ബഡ്ജറ്റുകളെ രൂപപ്പെടുത്തുന്നുണ്ട്. കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഗതാഗതം, ഭവന നിർമ്മാണം എന്നിവയ്ക്കുള്ള വിഹിതം, വാടക ചെലവുകൾ, നഗര മൊബിലിറ്റി, മൊത്തത്തിലുള്ള ജീവിത നിലവാരം എന്നിവയെ സ്വാധീനിക്കും ഈ കേന്ദ്ര ബഡ്ജറ്റ്. ഒരു ശരാശരി വോട്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശമ്പളം എത്രത്തോളം നീണ്ടു നിൽക്കുന്നു, അത് ഭാവിയിൽ അവർക്ക് വലിയ രീതിയിൽ എത്രത്തോളം ലാഭിക്കാൻ കഴിയുമെന്നതും ദൈനംദിന ജീവിതം എത്രത്തോളം ചെലവേറിയതാകുന്നു, അത് എത്രത്തോളം സുഗമമായി മുന്നോട്ട് പോകുമെന്നടക്കം ഈ കേന്ദ്ര ബഡ്ജറ്റ് ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നു.